ഹലോ ഗൈസ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് ഞാൻ വരുന്നത് ഒരു എന്താ പറയുക സ്നാക്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടി ഞാൻ 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. എല്ലാം തോലെല്ലാം ചെത്തി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ബ്രെഡ് എടുത്തിട്ടുണ്ട്. കുറച്ച് അരിപ്പൊടി വേണം. പിന്നെ അതിന് വേണ്ടുന്നത് ഇതാ സവാള, പച്ചമുളക്, ഇഞ്ചി, മല്ലിച്ചപ്പ്. കറിവേപ്പില ഇല്ലാത്തതുകൊണ്ട് കറിവേപ്പില എടുത്തിട്ടില്ല. ഞാൻ വീണ്ടും പറയുകയാണ്, കറിവേപ്പില ഇല്ല. അപ്പോൾ എപ്പോഴും മധുരമുള്ള സ്നാക്സ് അല്ലേ ആക്കുന്നത്, ഇന്ന് എരിവുള്ളതാണ്. അപ്പോൾ എല്ലാവരും മധുരം കഴിക്കാത്തവർക്ക് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി എരിവുള്ള ഒരു സ്നാക്സ്. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിനെ മുറിച്ചിട്ടിട്ട് ഉപ്പെല്ലാം ചേർത്ത് വേവിച്ചെടുത്തിട്ട് കൊണ്ടുവരണം. എന്നിട്ടാണ് പരിപാടി. അപ്പം ഞാനതിനെ മുറിച്ചിടാൻ നോക്കട്ടെ. മുറിച്ചിട്ട് നമുക്ക് വേവിച്ചെടുത്തിട്ട് വരാം. അപ്പം ഞാൻ മുറിച്ചിടാം. ഉപ്പിട്ട് വേവിച്ചെടുത്തിട്ട് ഞാൻ ഇത് കൊണ്ടുവരാം. എന്നിട്ട് വേവിച്ച് കഴിഞ്ഞിട്ട് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും. വേഗം കഴിയുന്ന പരിപാടിയാണ്. ഇത് വേവാനുള്ള ആ ഒരു താമസം മാത്രമേ ഉണ്ടാവും. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം പെട്ടെന്നായി പോകും. വലിയ നോക്കിയിട്ട് തന്നെയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഉരുളക്കിഴങ്ങ്. അപ്പോൾ ഇത് വെന്തിട്ട് പൊടിച്ചിട്ടെടുക്കണം നമുക്ക്. എന്നിട്ടാണ് പരിപാടി. ബ്രെഡ് നമുക്ക് ആവശ്യത്തിന് എടുത്തിട്ട് എത്രയാണോ വേണ്ടത് അതിനനുസരിച്ച് എടുത്തിട്ട് പൊടിച്ചിട്ട് എടുത്ത് കൊണ്ടുവരണം. അപ്പം ഞാനിത് വേവിക്കട്ടെ. അപ്പോൾ ഇതാ കുക്കറിൽ ഞാൻ ഉരുളക്കിഴങ്ങിട്ട് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഞാനിത് അടുപ്പത്ത് വെക്കട്ടെ. ഇപ്പോൾ മിക്സീൻ്റെ ജാറിലേക്ക് ഞാൻ ബ്രെഡ് ഇട്ടിട്ട് പൊടിച്ചെടുക്കുന്നുണ്ട്. മുറിച്ചിട്ടിട്ട് പൊടിച്ചെടുക്കാം നമുക്ക്. ആറിയ മിക്സീൻ്റെ ജാർ എടുക്കണം, ഇല്ലെങ്കിൽ പൊടിച്ച് കിട്ടൂല, എല്ലാം കുഴഞ്ഞ പോലെയായിപ്പോവും. അപ്പോൾ ഇതൊക്കെ ഉരുളക്കിഴങ്ങെല്ലാം വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതൊന്ന് തണിയണം. ഞാൻ അതിലിടക്കൊന്ന് ഉടച്ചു കൊടുക്കുന്നു. ഞാൻ തണിയുന്നതിലടക്കം നല്ല അടിപൊളിയായിട്ട് ഉടഞ്ഞ് കിട്ടണമല്ലോ. ഇത് പൊടി പോലെ കിട്ടണം. അപ്പോൾ അത് ഞാൻ ഒരു സ്റ്റീലിൻ്റെ കയ്യിലെടുത്തിട്ട് ഉടച്ചെടുക്കുന്ന. ചൂടായതുകൊണ്ട് കൈ കൊണ്ടൊന്നും പൊടിക്കാൻ പറ്റില്ലല്ലോ. നല്ല അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട്. അപ്പം ഞാൻ ഇതാ ബ്രെഡ് പൊടിച്ച് ഇവിടെ എടുത്തിട്ടുണ്ട്. അതും ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ തണിഞ്ഞതിൻ്റെ ശേഷം നമുക്ക് ഇതെല്ലാം ഇതിലിട്ടിട്ട് ഇതെല്ലാം മിക്സാക്കാം. എന്നിട്ട് കാണാമേ. അപ്പം ഞാനിതിലേക്ക് ഏകദേശം കുറച്ച് തണ്ണിയിട്ടുണ്ട്. ഇതാ ഞാൻ മുറിച്ചിട്ട് വെച്ച മല്ലിച്ചപ്പ്, സവാള, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം എടുത്തിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാം ഇട്ട്. അപ്പം ഇനി നമുക്ക് നമ്മളെ ബ്രെഡിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം. എന്നിട്ടെല്ലാം കൂടി നമുക്ക് മിക്സാക്കണം. കുറേശ്ശെ എല്ലാം ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സാക്കണം. ആദ്യം ഞാൻ കയ്യിലിനെ കൊണ്ടൊന്ന് മിക്സാക്കാം. അത് കഴിഞ്ഞിട്ട് കയ്യിനെ കൊണ്ട് ശരിക്കും നമുക്ക് മിക്സാക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട്, ഇത് പൊട്ടറ്റോനെ കൊണ്ട് ഉണ്ടാക്കുന്ന സ്നാക്സ് ആണല്ലോ. അപ്പോൾ ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ കുറച്ച് അരിപ്പൊടി ചേർക്കുന്നുണ്ട്. ഞാൻ ഒരുപാടൊന്നുമില്ല, കുറച്ച് മാത്രം, ലേശം. ഒന്ന് ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടി മാത്രം ഒന്നാക്കുന്നതാണ്. ഒരുപാട് അരിപ്പൊടി ചേർക്കുന്നില്ല ഗൈസ്, കുറച്ച് മാത്രമേ ചേർക്കുന്നുള്ളൂ. കണ്ടല്ലോ നിങ്ങൾ, കുറച്ച് മാത്രം ചേർത്തിട്ടുണ്ട്. എന്നിട്ട് ലാസ്റ്റ് ഞാൻ കയ്യിനെ കൊണ്ട് തന്നെ എല്ലാം കുഴച്ച് റെഡിയാക്കട്ടെ. അപ്പം
അപ്പോൾ ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി കുറച്ചിട്ട് കൊടുക്കണം. കുറച്ച് മഞ്ഞൾപ്പൊടി, ഓക്കെ. കുറച്ച് മുളക് പൊടി, എരിവിനാവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കണം. ഒരുപാട് വേണ്ട, പച്ചമുളക് ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ കുറച്ചിട്ട് കൊടുക്കുക. അതുപോലെ എടുത്ത് വെച്ച് കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് കായപ്പൊടി. അപ്പം എല്ലാം കൂടി നമുക്കിത് മിക്സാക്കി എടുക്കാം. ബ്രെഡിൻ്റെ പൊടി കുറച്ചും കൂടി ഇട്ട് കൊടുക്കാനുണ്ട്, നോക്കിയിട്ട് വേണം നമുക്ക് ഇട്ട് കൊടുക്കാൻ. അപ്പം ഞാനിതെല്ലാം കുഴച്ചെടുത്തിട്ട് വന്നിട്ട് നിങ്ങളെ കാണിച്ചു തരാം. ഇതാ ഗൈസ്, ഞാനിതെല്ലാം നല്ല വൃത്തിയിൽ കുഴച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ കണ്ടല്ലോ. അപ്പോൾ ഇങ്ങനെയുള്ള പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇത് ഉരുട്ടിയെടുത്തിട്ട് നമുക്ക് എണ്ണയിലേക്ക് ഇടുകയാണ് വേണ്ടത്. അതേത് ഷേപ്പിൽ വേണ്ടിക്കലും നമുക്കിടാം, ഇന്ന ഷേപ്പിൽ ഇതൊന്നുമില്ല, ഏത് ഷേപ്പിൽ വേണ്ടിക്കലും എടുക്കാം. അപ്പോൾ ഞാനത് റെഡിയാക്കി വെക്കട്ടെ. അപ്പോൾ കുറച്ചെടുക്കുക, ഇങ്ങനെ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ ഉരുട്ടുക. കണ്ടല്ലോ. അത് നമുക്ക് ഏത് ഷേപ്പിൽ വേണ്ടിക്കലും എടുക്കാം. ഇങ്ങനെയാണ് ആക്കുന്നെങ്കിൽ ഇങ്ങനെയാക്കുക. ഒന്ന് ചെറിയ തോതിലൊന്ന് പരത്തി ഞാൻ ഇങ്ങനെയാണ് ഞാൻ ആക്കുന്നത്. കണ്ടല്ലോ, ഇതാണ് ഞാൻ ആക്കുന്ന ഷേപ്പ്. ഇതേപോലെയാണ് ആക്കിയെടുക്കുന്നത്. കണ്ട. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഞാനെല്ലാം ആക്കിയെടുത്തിട്ട് വരുന്നു ഗൈസ്. എന്നിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാ ഗൈസ്, ഞാനെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇതാ ഇങ്ങനെയെല്ലാം റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കത് എണ്ണയിൽ വറുത്ത് കോരാം. അപ്പോൾ ചീനച്ചട്ടിയിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ചു. ഇനി അത് കാഞ്ഞിട്ടാകുമ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. വെളിച്ചെണ്ണ നല്ലോണം കായട്ടെ ഗൈസ്. അപ്പോൾ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്, ഞാൻ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഒന്നിട്ട് കൊടുത്തു, അടുത്തവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്, രണ്ടാമത്തവും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. മൂന്നെണ്ണം ഇട്ട് കൊടുക്കാം. അപ്പം മൂന്നെണ്ണം അങ്ങനെ ആയി വരട്ടെ ഗൈസ്. രണ്ടെണ്ണം ഇട്ട് കൊടുത്ത് ഒന്നും കൂടി ഇടട്ടെ. അപ്പോൾ അതായത് അവിടുന്ന് അങ്ങനെ ആകുന്നുണ്ട്. അപ്പോൾ ഇതാ മൂന്നാമത്തവും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ലോണം എണ്ണയിൽ മുങ്ങത്തക്ക തന്നെ ഇട്ടിട്ടുണ്ട്. മൂന്നെണ്ണത്തിൽ ഇടാനുള്ള ഒരു ഗ്യാപ്പുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഈ മൂന്നെണ്ണം തന്നെ ഇട്ട് കൊടുത്തു. അപ്പോൾ നമ്മളെ ഉരുളക്കിഴങ്ങും ബ്രെഡും വെച്ചിട്ടുള്ള സ്നാക്സ് ഇതാ ഇവിടെ ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആദ്യത്തെ ബാച്ച് ആയിട്ടുണ്ട്, നമുക്ക് വാങ്ങാം. എണ്ണയെല്ലാം പോട്ടെ. അപ്പോൾ ഇത് അടുത്ത ബാച്ചും ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത ബാച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ അങ്ങനെ ഞാൻ എല്ലാം ഇട്ട് ആയതിൻ്റെ ശേഷം എന്നിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതല്ലേ നല്ലത്. അപ്പോൾ ഇതാ അടുത്തവും കൂടി ഇടുന്നുണ്ട്. തീ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്, കരിഞ്ഞു പോയാലോ എന്നുള്ള ഇതിൽ. അപ്പം എല്ലാം കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതാ ഞാനെല്ലാം ചുട്ടെടുത്ത് കഴിഞ്ഞു. ഇതാ അപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത്രയാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഞാൻ വേറെ ഒരു ഐറ്റവും കൂടി ഞാൻ നിങ്ങളെ കാണിച്ചു തരുന്നുണ്ട് ചെയ്യുന്നത്. ഇതാ കണ്ടല്ലോ, ഇത്രയാണ്
ആക്കിയിട്ട് കിട്ടിയത്. ആക്കിയതെല്ലാം ഞാൻ ആക്കി കുറച്ച് ഇത് ബാക്കിയുണ്ടായിരുന്നു. അപ്പോൾ അതിനെക്കൊണ്ട് ഞാൻ വേറെയൊരു വിധത്തിലാക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം. കുറച്ച് മൈദ എടുത്ത് ഞാൻ ആ മൈദയിൽ ഒന്ന് മുക്കിയിട്ട് പൊരിക്കുന്നതാണ്. അതും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ കണ്ട, കുറച്ച് മൈദ എടുത്തു. എന്നിട്ടിതാ ആ ഞാൻ എടുത്ത സാധനം ഇങ്ങനെയാക്കിയിട്ട് എടുത്തു. കണ്ട, അപ്പോൾ അതിനെ ഞാൻ എൻ്റെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുന്നതാണ്. ഇതാ കണ്ടോണേ, ഇതാ. അപ്പോൾ അതൊന്ന് മുക്കി പൊരിക്കുക. അങ്ങനെയും കൂടിയുള്ള ഐറ്റം നമുക്ക് ഈ കൂട്ടത്തിലാക്കാം. അതൊന്ന് ഞാൻ ഇതിൻ്റെ കൂട്ടത്തിലൊന്ന് ട്രൈ ചെയ്യുന്നതാണ്. മറ്റേതൊന്നും ഇല്ലാണ്ട് വെറുതെ ആക്കിയിട്ടാക്കിയതാണ്. ഇതിങ്ങനെ മൈദയിൽ മുക്കി പൊരിച്ചിട്ട് എടുത്തു. കുറച്ച് മൈദ എടുത്ത് വേറെയൊന്നും ചേർത്തിട്ട് അതിൽ ഉപ്പ് മാത്രം, ആ മൈദ ലേശം ഒന്ന് എടുത്ത് കലക്കി എന്നിട്ട് കുറച്ച് ഉപ്പും ചേർത്ത് എന്നിട്ടാക്കുന്നതാണ്. അപ്പോൾ അതും കൂടി നമുക്ക് കാണാം. അപ്പോൾ ഈ കൂട്ടത്തിൽ അതും കൂടി അങ്ങനെയും ട്രൈ ചെയ്യുന്ന കൂട്ടർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ അതൊന്ന് മുക്കി പൊരിച്ച പോലെയാവും ആ സമയത്ത്. അപ്പോൾ അതും ഞാൻ കാണിച്ചു തരാം. അപ്പോൾ പൊട്ടറ്റവും ബ്രെഡും കൊണ്ടുണ്ടാക്കിയ കിടിലം ഐറ്റം സ്നാക്സ് ഇതാ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇത് പൊട്ടറ്റോ ബ്രെഡും ആക്കിയിട്ട് ഇത് മൈദയും കൂടി ചേർത്ത് കോട്ടിംഗ് ആക്കിയിട്ട് മുക്കി പൊരിച്ചതാണ്. ഇതാ ഇതിന് കോട്ടിംഗ് ഉണ്ട്. ഇത്രയും കൂടി നിങ്ങളെ കാണിച്ചു തരാമെന്ന് വിചാരിച്ച്. അപ്പോൾ അത്രയും സാധനം എടുത്തിട്ട് മൈദ ഒന്ന് മുക്കി പൊരിച്ചാക്കിയത്, ഇത് മൈദയൊന്നും ഇല്ലാണ്ട് ചെയ്തത്. അപ്പോൾ അടിപൊളിയായ സ്നാക്സാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. വീണ്ടും അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം നമുക്ക്. ബൈ.